പോലും തീ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവിടെ വലിയ രീതിയിൽ തീ ആളിക്കത്തുന്നുണ്ട് ഈ പ്രദേശത്ത്. ഏതായാലും പരിക്കേറ്റവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് അടക്കം കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ പരിക്കേറ്റവർ രക്ഷാപ്രവർത്തനം ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമവും ഈ സമയം ഊർജിതമായി തന്നെ തുടരുന്നു. മറ്റ് വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. ഏതായാലും വലിയ അപകടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. 130 യാത്രക്കാരുണ്ടായിരുന്നത്. വലിയ രീതിയിൽ തീ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇത്രയും നേരമായിട്ടും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം വരുമ്പോൾ വലിയ തീ തോതിലൊരു കാഷ്വാലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും അത്തരം വിവരങ്ങളിലേക്ക് ഇതുവരെ വിമാനത്താവള അധികൃതരോ ഒപ്പം തന്നെ എയർ ഇന്ത്യയോ കടന്നിട്ടില്ല. പക്ഷേ 130 യാത്രക്കാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ആശങ്കയ്ക്ക് ഇട നൽകുന്ന കാര്യമാണ്. ഏതായാലും ഔദ്യോഗികമായ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. പക്ഷേ രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നു. ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. ഒപ്പം പോലീസ് ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളും അവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ ആംബുലൻസുകൾ ഇപ്പോൾ സ്ഥലത്തെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്തിയ വാഹനത്തിൽ ലഭ്യമായ വാഹനങ്ങളിലൊക്കെ തന്നെ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം. അതാണ് ഇപ്പോൾ നിലവിൽ ഈ ഘട്ടത്തിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരം. ടോം, വ്യക്തമാണ്. എയർ ഇന്ത്യയുടെ വിമാനമാണ് തകർന്നു വീണത്. 130-ലധികം യാത്രക്കാർ വിമാനത്തിലുണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. രാകേഷ്, ഇതെന്താണ് ഈ അപകടത്തിന് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ട്. മാത്രം അതോടൊപ്പം അറിയേണ്ടത് ഇത് എവിടെ നിന്നുള്ളവരാണ് ഈ യാത്രക്കാർ? സ്വാഭാവികമായും ഇന്ത്യക്കാരാകാം. അത് ഏത് സംസ്ഥാനത്തു നിന്നുള്ളവരാണ്? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ടോം, ഇപ്പോൾ പുതിയ വിവരങ്ങൾ വരുന്നത് 130 അല്ല 242 യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ സ്റ്റേറ്റ് പോലീസ് കൺട്രോൾ റൂമിനെ അധികരിച്ചുകൊണ്ട് ഇപ്പോൾ ANA വാർത്താ ഏജൻസിയായ ANA റിപ്പോർട്ട് ചെയ്യുന്നത്. 242 യാത്രക്കാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് സ്റ്റേറ്റ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ANA നൽകുന്നത്. ഏതായാലും പ്രാഥമിക വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ട്. എഞ്ചിൻ തകരാറാണ് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭ്യമായിക്കൊണ്ടിരുന്ന വിവരം. ഇക്കാര്യത്തിൽ ഇനി സ്ഥിരീകരണം അധികൃതരുടെ ഭാഗത്ത് എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് എഞ്ചിൻ തകരാറാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. 130 അല്ല, ഒപ്പം തന്നെ 242 യാത്രക്കാർ ഈ വിമാനത്തിനകത്ത് ഉണ്ടായിരുന്നു എന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നു. സ്വാഭാവികമായും അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്കുള്ള വിമാനമാണ്. ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വാഭാവികമായും വലിയൊരു അപകടം സമീപകാലത്ത് ഒരുപക്ഷെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള വലിയ അപകടം ആണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും രക്ഷാപ്രവർത്തനം ഈ ഘട്ടത്തിൽ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. മറ്റു വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായി വരുന്നേ ഉള്ളൂ. ഏതായാലും 242 പേരാണ്. നേരത്തെ 130 പേരാണ് വിമാനത്തിൽ ഉണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. 242 പേർ വിമാനത്തിലുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. രാകേഷ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് 242 യാത്രക്കാർ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യയുടെ വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ. രക്ഷാപ്രവർത്തനം അവിടെ നടക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ദുരന്തം സംഭവിച്ചെന്നാണ് ആ ദൃശ്യങ്ങൾ നടക്കാൻ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോഴും തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ രീതിയിലുള്ള പുക അവിടെ പുറത്തേക്ക് വമിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി ആംബുലൻസുകൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടായി കാണാം. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. രാകേഷ്, വലിയൊരു ദുരന്തം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ നമുക്കത് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നിരവധി ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. ആംബുലൻസുകൾ എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഈ വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടം അല്ലെങ്കിൽ ഒരു ആൾനാശം സംഭവിച്ചിട്ടുണ്ടെന്നാണോ നമുക്ക് അവിടെ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ? ടോം, ദൃശ്യങ്ങൾ കണ്ടിട്ട് വലിയ അപകടം ആണ് നടന്നിട്ടുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പറന്നു ഉടനെ തന്നെയാണ് ഈ അപകടം ഉണ്ടായത്. പക്ഷേ ദൃശ്യങ്ങൾ പ്രകാരം വലിയ തോതിൽ തീ ആളിക്കത്തുന്നുണ്ട്. മാത്രമല്ല വിമാനത്താവള അധികൃതർ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ടേക്ക് ഓഫ് നടന്ന ഉടൻ തന്നെ ഈ അപകടം സംഭവിച്ചു എന്നാണ് പറയുന്നത്. അതായത് മേഘാനി എന്ന് പറയുന്ന അഹമ്മദാബാദ് വിമാനത്താവളത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു റെസിഡൻഷ്യൽ മേഖലയിലാണ് ഈ അപകടം നടക്കുന്നത്. അവിടെയാണ് വെച്ചാണ് ഇത് അപകടം ഉണ്ടായിട്ടുള്ളത് എന്നാണ് വിമാനത്താവള അധികൃതർ തന്നെ വിശദീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും അവിടെ തീ വലിയ രീതിയിൽ ആളിക്കത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് ഉണ്ടായതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും തീ പൂർണ്ണമായി അണയ്ക്കാൻ സാധിച്ചിട്ടുമില്ല. ദൃശ്യങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഈ ഘട്ടത്തിൽ ഊർജിതമായി നടക്കുന്നുണ്ട്. ഏതാണ്ട് 1 മണിക്ക് ശേഷം ആണ് ഈ അപകടം നടന്നതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതായത് 242 യാത്രക്കാരുമായി വിമാനം ലണ്ടനിലേക്ക് പറന്നു ഉയർന്നതായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ അപകടം സംഭവിച്ചു, തീ പിടിച്ചു എന്നാണ് ഇപ്പോൾ
അധികൃതർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ നിലവിൽ ലഭ്യമായ വിവരമനുസരിച്ച് എഞ്ചിൻ തകരാറാണ് ഈ അപകടത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. പക്ഷേ മറ്റു വിവരങ്ങളിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല. ഏതായാലും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് അവിടെ ഇപ്പോഴും. കാരണം 242 ആളുകൾ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു വലിയ അപകടമാണ്. അതുകൊണ്ട് തന്നെ ആളുകളെ പരമാവധി രക്ഷപ്പെടുത്തുക, അവർക്ക് പ്രാഥമിക ചികിത്സയൊക്കെ തന്നെ ഉറപ്പാക്കുക, അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ആംബുലൻസുകൾ, നിരവധി ആംബുലൻസുകൾ അങ്ങോട്ട് എത്തുന്നത് ആ ദൃശ്യങ്ങൾ കാണാം. ഒപ്പം തന്നെ ഫയർഫോഴ്സും പോലീസും ഒക്കെ തന്നെ അവിടെ ഉണ്ട്, നാട്ടുകാരുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റ് വിവരങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ ലഭ്യമായ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഏതായാലും നിലവിൽ അധികൃതർ അറിയിക്കുന്ന വിവരമനുസരിച്ച് 242 പേർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുന്നു എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത്. തീർച്ചയായും രാകേഷ് സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു വിമാന അപകട, ഒരു ദുരന്തമായ ഒരു പക്ഷേ ഇത് മാറാം. 1978 സമാനമായ രീതിയിൽ മുംബൈയിലും അതുപോലെ 2010 മംഗലാപുരത്തും ഉണ്ടായ വിമാന അപകടത്തിൽ നിരവധി മനുഷ്യജീവനുകൾ പൊലിഞ്ഞിരുന്നു. രാകേഷ്, ഇവിടെ എന്തായാലും